ഹലോ, ഇന്ന് നമുക്ക് വിവിഡ് സിഡ്നിയുടെ കുറച്ച് വിശേഷങ്ങളായോ. വിവിഡ് 2025 ഈ വർഷത്തെ വിവിഡ് സിഡ്നി നടന്നത് മെയ് 23 ടു ജൂൺ 14 വരെയായിരുന്നു. ഒരു 23 ഡേയ്സുള്ള ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സൂപ്പറായിരുന്നു. ഓരോ വർഷവും വിവിഡിന് ഓരോ തീമുണ്ട്. ഈ വർഷത്തെ തീമെന്ന് പറഞ്ഞാൽ ഡ്രീം ആയിരുന്നു. ഈ വിവിഡ് സിറ്റി എന്ന് പറഞ്ഞാൽ സിഡ്നിയുടെ പല സൈറ്റായിട്ട് ലൈറ്റ്സ്, ഫണ്ണ്, ഗെയിംസ്, ഫുഡ് അങ്ങനെ മെയിനായിട്ട് ഒപ്പേറ ഹൗസ്, ഹാർബർ ബ്രിഡ്ജ്, ഡാർലിംഗ് ഹാർബർ, സർക്കുലർ കുറേ, മാർട്ടിൻ പ്ലേസ്, ഇങ്ങനെ ഓരോ പ്ലേസിൽ ഓരോ ലൈറ്റ്സും ഫങ്ഷനും ഫണ്ണും ഒക്കെ ആയിട്ട് വളരെ സൂപ്പറായിരുന്നു. മെയിൻ അട്രാക്ഷൻ ഒപ്പേറ ഹൗസ് ആയിരുന്നു കേട്ടോ. ലൈറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 to 11 PM വരെയാണ്. നമ്മുടെ സിഡ്നി ഫുൾ കാണാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് ഫെറി ആയിരുന്നു. ഫെറി തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഫയർ വർക്ക്സും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫെറി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങൾ ഫെറിയിൽ പോകുമ്പോൾ കാണുന്ന നല്ല നല്ല ക്യൂട്ട് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഫെറിയിൽ പോയപ്പോൾ. ലൈറ്റ്സൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫുൾ സിഡ്നി കാണാമെന്ന് പറയാം. ഐ ടവറും ഒക്കെ ലൈറ്റ്സൊക്കെ ആയിട്ട് വളരെ രസമായിരുന്നു. പിന്നെ ശിവതയും അനയുടെയും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. 6 മണിക്കാണ് ലൈറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്പേറ ഹൗസ് തന്നെ പറയാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തീംസും കളേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് കാണാൻ ഒപ്പേറ ഹൗസിൽ തന്നെ നമുക്ക് കാണാനുണ്ട്. പിന്നെ ഒരുപാട് ബോട്ടും ഷിപ്സും എല്ലാം ഫുൾ ലൈറ്റായിരുന്നു. ലൈറ്റൊക്കെ ആയിട്ട് വളരെ നല്ല രസമായിരുന്നു. ഇപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ഹാർബർ ബ്രിഡ്ജാണ്. ഹാർബർ ബ്രിഡ്ജിൽ ലൈറ്റ്സൊക്കെ ഡിഫറെൻറ്റും പിന്നെ വാൾസിലൊക്കെ ഒരു 3D എഫക്റ്റ് പോലെയൊക്കെ ആയിരുന്നു. ഒരു മസ്റ്റ് വാച്ച് തന്നെയാണെന്ന് പറയാം. സിഡ്നി ഫുൾ ലൈറ്റായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഹാർബർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഒപ്പേറ ഹൗസ് കാണുന്നത്. ഒപ്പേറ ഹൗസിൽ ഡിഫറെൻറ്റ് തീംസും ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആയിട്ട് ഒരു സൂപ്പർ വൈബ് തന്നെയായിരുന്നു. നൈറ്റാണ് ഞങ്ങൾ പോയത്.
അങ്ങനെ ഫയർ വർക്ക്സ് കാണുമായിരുന്നു. ശിവതി ഫസ്റ്റ് ടൈം ആണെന്ന് ശിവതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെയുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫയർ വർക്ക്സ്. ഇത് നമുക്ക് ഫെറിയിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനെ അടുത്ത് നിന്ന് കാണാം. ഈ സിഡ്നിയുടെ പല പ്ലേസസിൽ നിന്നും ഇത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫെറി ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി. മൂവ് ചെയ്തപ്പോൾ കാണുന്ന പിക്സ് ഒക്കെയാണിത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ കണ്ട സൂപ്പർ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ 3D ഇമേജസ് പോലെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ആ ഇമേജസും നല്ല സൂപ്പറായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കാണാനും. അങ്ങനെ ഈ ഇമേജസ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫെറിയിൽ ട്രാവൽ അപ്പോൾ അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ദിവസമാണ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോയത്. അതും മസ്റ്റ് കാണേണ്ട ഒരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഈ ബലൂണ് പോലെ അതിനകത്ത് കയറാനും ലൈറ്റ്സൊക്കെ മാറിക്കൊണ്ടിരിക്കും. നല്ല തിരക്കായിരുന്നു കേട്ടോ. അന്നും നല്ല തണുപ്പുമായിരുന്നു. നല്ല രസമായിരുന്നു അന്നും കാണാൻ. അന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല തിരക്കായിരുന്നു. കുറച്ച് പോർഷൻസ് മിസ്സായി. ഞങ്ങൾ കണ്ടു, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. അപ്പം രാത്രിയായപ്പോൾ നല്ല തണുത്തു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ കണ്ട വിവിഡ് 2025. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.